അസ്സലാമു അലൈക്കും, നമസ്കാരം. എത്ര പേരുണ്ട് പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ ലൈവില്? ഓക്കെ, എന്തായാലും ഒഴിവുള്ളപ്പോൾ ഫുള്ളായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക പ്രിയ സുഹൃത്തുക്കളെ. നമ്മുടെ വിഷയങ്ങൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ട് പോവാം. എല്ലാവരും നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പം നമ്മൾ 200 രൂപയുടെ ഒരു പദ്ധതി ഇതിൻ്റെ അകത്ത് ആരാണോ സഹായം ചോദിക്കുന്നത് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ കൊണ്ടുവന്നത്. അതിന് നമുക്കിപ്പോൾ ജംഷീർ ഭായിക്ക് 60,000 കൂടുതൽ കിട്ടി. മാഷാ അല്ലാഹ്, അതൊരു വലിയ കാര്യം തന്നെയാണ്, ചെറിയ കാര്യമൊന്നുമല്ല. കാരണം നമ്മൾ ഇപ്പോൾ തുടക്കം കുറിച്ചിട്ടേ ഉള്ളൂ. ഇനിയും ഒരുപാട് ആൾക്കാർക്ക് സഹായം കിട്ടാനുണ്ട്. അപ്പോൾ പല ആളുകളും വന്നിട്ട് എനിക്ക് സഹായം വേണമെന്നിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഓരോ ആൾക്കാരെയും കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് സഹായം വാങ്ങിത്തരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഒരു വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ സഹായം കിട്ടണമെങ്കിൽ 100% നിങ്ങളെല്ലാവരും വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും നിങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വരണം. പല ആളുകളും സഹായിക്കാതെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സഹായം തേടി പോകുമ്പോൾ നിങ്ങൾ വീഡിയോ ചെയ്തിട്ടാൽ പോലും നിങ്ങൾക്ക് സഹായം കിട്ടില്ല. ഇപ്പോൾ 200 രൂപ കൊടുക്കുന്നതുകൊണ്ട് ഈ ലോകത്ത് നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ 200 രൂപ നിങ്ങൾ ഒരാൾ കൊടുക്കുന്നതുകൊണ്ട് അയാൾ തീർച്ചയായിട്ടും രക്ഷപ്പെടും. കാരണം 5000 വ്യക്തികൾ ചേർന്നിട്ട് 200 രൂപ എടുക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് 10 ലക്ഷം രൂപയുടെ അടുത്ത് കിട്ടും. അപ്പോൾ ആലോചിച്ച് നോക്ക്, 2 സെന്റ് ഭൂമി വാങ്ങിയിട്ട് ഭൂമിയില്ലാത്ത ആളുകൾക്ക് സുഖമായിട്ട് താമസിക്കാനുള്ള ഒരു സംവിധാനമാവും. നമ്മൾ മാക്സിമം ഏറ്റവും അർഹതപ്പെട്ട ഒരാൾക്കാരെ തന്നെയാണ് കൊണ്ടുവന്ന് മുന്നിലേക്ക് ഇടുന്നത് സുഹൃത്തുക്കളെ. പക്ഷേ എല്ലാവർക്കും ഇവിടെ 200 രൂപ കൊടുത്ത് ഒരാളെ സഹായിക്കാൻ പറ്റും. സഹായിക്കാൻ പറ്റാത്ത ഒരു മനുഷ്യൻ പോലും ഉണ്ടാവില്ല. കാരണം നമ്മൾ 500, 1000, 10,000 ഒന്നും നിങ്ങൾ കൊടുക്കണമെന്ന് പറയുന്നില്ല. വെറും 200 രൂപ ഇത് നിങ്ങൾ കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഓരോ വ്യക്തിക്കും നമ്മുടെ ഈ പേജിലൂടെ വലിയ രീതിയിലുള്ള ഫണ്ടുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ മാക്സിമം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കിയിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ പേജിലൂടെ സഹായിക്കാൻ ശ്രമിക്കുക. പല ആളുകൾ 200 രൂപ വിട്ട് തന്നിട്ട് നമ്മുടെ PMലേക്ക് ഇട്ട് തരുന്നുണ്ട്. വളരെ നല്ല കാര്യം തന്നെയാണ്, 100%. അപ്പോൾ നിങ്ങൾ നാളെ ഒരു സഹായം ചോദിച്ചിട്ട് വരുമ്പോൾ എൻ്റെ വീഡിയോ കണ്ട് സഹായിക്കുന്ന ആളായതുകൊണ്ട് 100% ഇതിൻ്റെ അകത്ത് ഞാൻ വിടും. പ്രിയ സുഹൃത്തുക്കൾ, അതിലൊരു മാറ്റമൊന്നുമില്ല. എല്ലാവർക്കും സഹായം കിട്ടണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരുപാട് ആൾക്കാർക്ക് ഒരു 2018 മുതൽ തുടങ്ങിയതാണ് സഹായിക്കുന്നത്. എത്ര ആൾക്ക് സഹായം കിട്ടുമെന്ന് പറയും. അത് നമ്മൾ ഫേസ്ബുക്കിൽ വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കാൻ പറ്റാത്ത ഒരു സഹായം നിങ്ങൾക്കായി മാറും. അതിന് നിങ്ങൾ ഓരോ വ്യക്തികളും കറക്റ്റായിരിക്കുക. ഞാൻ നോക്കി ചില ചാരിറ്റിക്കാർ ചെയ്യുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന് അവർക്ക് 50 ലക്ഷം 25 ലക്ഷം 1 കോടി കിട്ടുകയാണ്. എന്നാലിച്ച് നോക്ക്, അത് രോഗിയായ ഒരാൾ തന്നെയാണ്, ഞാനില്ല എന്ന് പറയുന്നില്ല. അതിൻ്റെ കാര്യങ്ങൾക്ക് അവരുടെ വിഷയങ്ങൾ നമുക്ക് പ്രശ്നമില്ല. പക്ഷെ ഞാൻ പറയുന്നത്, ഒരു രോഗിയായ ഒരാളെ കൊണ്ടുവന്ന് പെട്ടെന്ന് നിർത്തിയപ്പോൾ തന്നെ അവർക്ക് ഇത്രയും രൂപ കൊടുക്കുമ്പോൾ സഹായിക്കുന്ന ആരാണ്? അവരുടെ പേജിലുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ അത് ഷെയർ ചെയ്യുമ്പോൾ അത് കേൾക്കുന്ന ആൾക്കാരാണ്. ഇവിടെ സഹായം നമ്മൾ ഒരു ആരോഗ്യമുള്ള ഒരു മനുഷ്യനെ തന്നെയാണ് സഹായിക്കുന്നത്. ആരോഗ്യമില്ലാത്ത ഒരാളെയും സഹായിക്കുന്നില്ല, എല്ലാവരെയും നമ്മൾ സഹായിക്കുന്നു. അതായത് ആരോഗ്യമില്ലാത്ത ആളെ മാത്രമല്ല, ആരോഗ്യമുള്ള ഒരാളെ കൂടെ നമ്മൾ സഹായിക്കുന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും സഹായം കിട്ടണമെങ്കിൽ, നിങ്ങളുടെ എല്ലാ പ്രശ്നവും തീരണമെങ്കിൽ നമ്മുടെ ഈ ഒരു പദ്ധതി വിജയിക്കണം. അതിൽ നിങ്ങൾ ഓരോ വ്യക്തികളും പ്രിയ സുഹൃത്തുക്കളെ മുന്നോട്ട് വരണം. നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റുള്ളവർ സഹായിക്കുന്നു നോക്കണ്ട, നിങ്ങൾ സഹായിച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങൾക്ക് സഹായമാണെങ്കിൽ 100% നിങ്ങൾ സഹായിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് കിട്ടിയില്ലെങ്കിൽ വിരോധമില്ല എന്നുള്ള രീതിയിൽ തന്നെ ആ ഒരു മനസാക്ഷിയോട് കൂടി നിങ്ങളുടെ മുന്നിലേക്ക് വന്ന ഒരാളെ നിങ്ങൾ സഹായിക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. പ്രിയ സുഹൃത്തുക്കളെ, ഇത് വമ്പം വിജയമാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ 81,000 കൂടുതൽ ആൾക്കാർ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് യൂട്യൂബിൽ, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ പറയേണ്ട ആവശ്യമില്ല പ്രിയ സുഹൃത്തുക്കളെ. കേരളം മൊത്തം ഇൻസ്റ്റാഗ്രാമിലായിരിക്കുന്നത്. ഓരോ ആൾക്കാരും നമ്മുടെ പദ്ധതിയെ വിജയിപ്പിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളാണ് രക്ഷപ്പെടുന്നത്. ഞാൻ ഒരിക്കലും ഇവിടെ സമ്പന്നരായ ഒരാളും ഇതിൻ്റെ അകത്ത് ഫണ്ടിട്ടിട്ട് നിങ്ങൾ സഹായിക്കാമെന്ന് ഞാൻ പറയുകയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നവരാണ്. അവർക്ക് ഇതിൻ്റെ അകത്ത് നിങ്ങളെ വന്ന് പരസ്പരം സഹായിക്കണമെന്നൊന്നും അവർക്ക് ഉണ്ടാവില്ല. ചിലപ്പോൾ അവർ നിങ്ങളുടെ വിഷമം കണ്ടിട്ട് ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യാതിരിക്കാം. പക്ഷെ എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്നൊന്നുമില്ല. പഴയ ഗ്രൂപ്പില്ലേ? അപ്പോൾ ഏതാണ് പഴയ ഗ്രൂപ്പ്? എല്ലാ ഗ്രൂപ്പും ഉണ്ട്, ഹരിപ്പായി. അപ്പോൾ എല്ലാവരും വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. കാശുള്ളവർ, നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് കാശില്ലാത്ത മനുഷ്യന്മാരെ തന്നെയാണ്. നിങ്ങളിൽ ഒന്നുമില്ലേ? 100% നിങ്ങൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു പദ്ധതി നമ്മൾ വിജയിപ്പിച്ച് കൊണ്ടുവരിക എന്നുള്ള ഒരു ചിന്ത ഞാൻ മാത്രമല്ല. ഇപ്പം ഞാൻ ഇതിന് ചങ്കില വെള്ളം പറ്റുന്നവർക്ക് സംസാരിക്കുന്നത് എനിക്ക് വേണ്ടിയില്ല പ്രിയ സുഹൃത്തുക്കളെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി, നമ്മളെ സംബന്ധിച്ചോളം ഇതൊരു കണ്ടന്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇതിനകത്ത് സംസാരിക്കുന്നത്. പണ്ട് നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പ് ആദ്യമായിട്ട് ഉണ്ടാക്കിയിട്ട് ഇതേപോലെ നമ്മൾ പോയപ്പോൾ പല ആളുകളും നമ്മൾ എത്രമാത്രം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്നറിയോ? ഒരാളെ സഹായിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നത് ആ ഒരു വിഷയത്തിനാണ്. ബാക്കി നമ്മൾ എന്ത് പറഞ്ഞോ ഒരു പ്രശ്നവുമില്ല. പക്ഷെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങിയാൽ നമ്മൾ എല്ലാ രീതിയിലും ഇവർ ദ്രോഹിക്കും. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ വക വെക്കുന്നില്ല. നമ്മൾ തുടർന്ന് നമ്മൾ സഹായത്തിന്റെ രീതി തന്നെ പോവുകയാണ് പ്രിയ സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മുടെ വാട്സാപ്പിൽ ആദ്യമായിട്ട് കൊണ്ടുവരുന്ന ആൾക്കാർക്കൊന്നും സഹായം കിട്ടിയിരുന്നില്ല. അതായത് 10,000, 15,000, 20,000 ഇങ്ങനെ കയറി വന്ന് അവസാനം എത്ര രൂപയിൽ എത്തി പറയാം? 3.5 ലക്ഷം രൂപയിൽ വരെ എത്തി. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ ചങ്കിന് വെള്ളം വറ്റി എന്നവരെയും സംസാരിച്ചിട്ടാണ് അവർക്ക് കിട്ടിയത്. അപ്പോൾ അതേ കാര്യം നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഇതേപോലെ വീഡിയോ ചെയ്ത് പറയുകയാണ്. അപ്പോൾ നാളെ തീർച്ചയായിട്ടും നിങ്ങളത് മനസ്സിലാക്കിയിട്ട് വളരെ കൃത്യമായിട്ട് സഹായിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ പ്രിയ സുഹൃത്തുക്കളെ, ഓരോ ആൾക്കാർക്കും 5 ലക്ഷം, 10 ലക്ഷം, 20 ലക്ഷം, 50 ലക്ഷം വരെ കിട്ടാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എല്ലാവരും സഹായിക്കുന്ന ആളായി മാറണം. നമ്മുടെ വീഡിയോയിൽ ഇപ്പോൾ താഴത്ത് നമ്മൾ ജംഷീർ ഭായിയാണ് സഹായിക്കുന്നത്. അങ്ങനെ തൃശ്ശൂർ മിഷൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അങ്ങനെ നമ്മുടെ ഏത് സഹായത്തിനും അയാൾ കൃത്യമായിട്ട് സഹായിക്കുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് നോക്കുക, അയാൾക്ക് വലിയ രീതിയിൽ അയാളുടെ കാര്യമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അപ്പം തന്നെ സഹായിച്ചിട്ടുണ്ട്. വേറെ ആൾ സഹായിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട്. കാരണം എന്താണ്? ജംഷീർ ഭായി നമ്മളൊപ്പം നിൽക്കുന്ന ആളാണ്. നമ്മളപ്പോൾ ആര് നമ്മുടെ ഒന്ന് സഹായം ചോദിച്ചു വന്നാൽ ജംഷീർ ഭായിനോട് പറഞ്ഞാൽ അയാൾ 200 ആണെങ്കിൽ 300 ആണെങ്കിൽ 500 ആണെങ്കിൽ അയാൾ കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് അയാൾ വിശ്വാസം നമ്മൾ പെട്ടെന്ന് എടുത്തിട്ട് അയാൾക്ക് 60,000 കിട്ടിയില്ലേ? അയാളിപ്പോൾ കൂടി വെക്കുന്ന അയാൾ എത്ര സഹായിച്ചിട്ടുണ്ടാവും? ഒന്ന് ആലോചിച്ച് നോക്ക്.
കൂടിപ്പോയി കഴിഞ്ഞാൽ അയാൾ ഒരു 10,000 രൂപ സഹായിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ 5,000 രൂപ സഹായിച്ചിട്ടുണ്ടോ, ഇല്ലേ, ഒരു 500-300 വെച്ചിട്ട്. അപ്പോൾ അയാൾക്ക് ഒറ്റയടിക്ക് ആൾക്ക് സഹായത്തിന് അത് അറ്റാക്ക് വന്നിട്ട് അത്രയും പ്രയാസത്തിന് നിൽക്കുമ്പോൾ ഭാര്യയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് അടയ്ക്കാൻ ഒരു പൈസ ഇല്ലാത്ത സമയത്താണ് 60,000 കിട്ടിയത്. അതൊരു വലിയ കാര്യം തന്നെയാണ്, ചെറിയ കാര്യമൊന്നുമല്ല, പല തുള്ളി പെരുവെള്ളം പോലെ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും മുന്നോട്ട് വരിക. ഞാൻ കൂടുതലൊന്നും വീഡിയോ കൊണ്ടുപോകുന്നില്ല. നിങ്ങൾ ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ ഒരാളാണ് വന്നിട്ട് സഹായം ചോദിക്കുന്നത് മനസ്സിലാക്കി 200 രൂപ, നിങ്ങൾ ലക്ഷങ്ങളൊന്നും കോടികളൊന്നും കൊടുക്കണ്ട, വെറും 200 രൂപ നിങ്ങൾ ആഴ്ചയിൽ ഒരു വട്ടം, ഞാൻ പറയുള്ളൂ, ആഴ്ചയിൽ ഒറ്റൊരു വട്ടം നിങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം നോക്കിയിട്ട് ആ ദിവസം കറക്റ്റായിട്ട് നിങ്ങൾ നമ്മുടെ വീഡിയോ കിട്ടി കഴിഞ്ഞാൽ 5000 ആൾക്കാർ വിടുകയാണെങ്കിൽ 100% ഒരാൾക്ക് 10 ലക്ഷം രൂപ കിട്ടും. ഇതിപ്പോൾ നിങ്ങൾ കണക്കാക്കട്ടെ. ഇപ്പോൾ ചിലപ്പോൾ ആൾക്കാർ സപ്പോർട്ടിങ് ഇതൊക്കെ കുറവ്, പക്ഷേ ഇതിൻ്റെ അകത്ത് ഫണ്ടുകൾ കിട്ടണ്ടല്ലോ. നമ്മൾ അടുത്ത വീഡിയോയിൽ പറയണതാ ഇന്ന ആൾക്ക് സഹായിച്ചു 10 ലക്ഷം രൂപ കിട്ടി എന്ന് നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞാൽ മതി. നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ വ്യക്തികളും നമ്മുടെ പേജിൽ വരും, നമ്മുടെ പേജിൽ വരും. പിന്നെ ഈ 10 ലക്ഷം എന്നുള്ളത് നമ്മൾ ചിന്തിക്കാൻ പറ്റുന്ന തുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പല സുഖമില്ലാത്ത ആൾക്കാരുടെ വീഡിയോസിന് നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരുപാട് ആൾക്കാർ സഹായിക്കും, പക്ഷെ തിരിച്ച് ഇവർക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ സഹായം കിട്ടണമെന്നൊന്നുമില്ല. കാരണം എന്താണ്, അവർ 1 സൈഡ് മാത്രമാണ് സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കാരണമല്ല, 2 സൈഡാണ്. നമ്മുടെ ഇത് 2 വേ ആണ്, 1 വേ അല്ല. നിങ്ങളെ സഹായിച്ചാൽ നിങ്ങളെ തിരിച്ച് സഹായിക്കും തന്നെയാണ് പറയുന്നത്. പക്ഷെ ഒറ്റയടിക്ക് തിരക്ക് കൂട്ടിയാൽ എല്ലാവരും കൂടെ ഡെയിലി ഒരു വീഡിയോ ഇട്ടിട്ട് ആരെയും വെറുപ്പിക്കാൻ പറ്റില്ല. ആഴ്ചയിൽ ഒരു വട്ടം ഒരാൾ പോവുക, കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അൽഹംദുലില്ലാഹ് എനിക്ക് കിട്ടിയത് കൊണ്ട് തൃപ്തി. ഇപ്പൊ എല്ലാവരും കൂടെ ചേർന്ന് നിങ്ങൾക്ക് ഒരു 1000 രൂപ തന്നോ, സന്തോഷം, 1000 രൂപ എനിക്ക് കിട്ടി, ഞാൻ അതിൽ ഹാപ്പിയാണ്. ഓക്കെ, എനിക്ക് അത്രയും വിധിച്ചിട്ടുള്ളൂ പക്ഷേ എന്നുള്ളൊരു ചിന്ത നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ മതി പ്രിയ സുഹൃത്തുക്കളെ. ഒരിക്കലും ഇത് പരാജയപ്പെടില്ല. കാരണം നമ്മൾ നിങ്ങളുടെ മുന്നിൽ വെക്കുന്ന ആശയം അങ്ങനത്തെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആകെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർഹത ഇല്ലാത്ത ആൾക്കാർ വന്ന് വാങ്ങിയിട്ട് പോകുമോ, ഇതാണ് ഇതിൻ്റെ ചിന്ത. പിന്നെ ചിലവർക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും, എൻ്റെ ആൾക്കാർ വലുതും വന്നിട്ടാണ് അത് വാങ്ങുന്നത്. ഈ 2 കാര്യത്തിലുള്ള ഉത്തരം ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാം. ഒന്ന്, ഞാൻ ഓക്കെയാണ്, മോഹൻ ഭായ്, അതെ. അപ്പോൾ ഞാൻ ആ 2 ചോദ്യത്തിന് നിങ്ങളുടെ മനസ്സിൽ വന്നില്ല. ഒന്ന് എൻ്റെ ആളായിരിക്കുമോ, 2 വന്ന് അർഹതയില്ലാത്ത ആളായിരിക്കും. ഈ 2 ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അത് നിങ്ങൾ ചിന്തിച്ചാൽ മതി, ജസ്റ്റ് കോമൺ സെൻസ് വെച്ച്. ഒന്നാമത്തെ ഒരു കാര്യം, ഇപ്പോൾ ഒരു അർഹതയില്ലാത്ത ഒരാളാണ് എന്നെ പറ്റിച്ചിട്ട് അകത്ത് വരുന്ന വെച്ചോളൂ. ആ മനുഷ്യൻ നിങ്ങളോട് വന്നിട്ട് നിങ്ങളുടെ പോക്കറ്റിൽ വന്നിട്ട് കൈയിട്ടിട്ടല്ല വാങ്ങുന്നത്. അയാളുടെ ദാരിദ്ര്യം, പ്രശ്നവും കഷ്ടപ്പാടും പറഞ്ഞിട്ടാണ് നിങ്ങളോട് വാങ്ങുന്നത്. അത് നിങ്ങൾ സത്യമാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മനസാക്ഷി നോക്കിയിട്ട് നിങ്ങളുടെ മുന്നിൽ ഒരാൾ എന്താ വിഷമം പറഞ്ഞപ്പോൾ നിങ്ങൾ സഹായിച്ചതാണ്. അതിന് നിങ്ങൾ അർഹതയുണ്ടോ ഇല്ലയോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കോടികളൊന്നും എടുത്ത് കൊടുത്തില്ലല്ലോ, ഒരു 200 രൂപ കൊടുത്തു, അല്ലേ? അപ്പൊ നമ്മളൊരു പെപ്സും ചായ കുടിക്കുന്ന 50 രൂപ ആകുന്നത്. ഈ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയാണ്. സാധനങ്ങളുടെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഒരു 200 രൂപ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു നേരം ആഹാരം കഴിക്കുന്ന പൈസ ആവുന്നുള്ളൂ. എന്തെങ്കിലും ഒരു ചിക്കൻ വാങ്ങിയിട്ട് പൊറോട്ടയും വാങ്ങി 200 രൂപ. ഇത് നിങ്ങൾ ഒരു മനുഷ്യന് കൊടുത്തതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ജീവിതത്തിൽ നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ അവർ അർഹതയില്ലാത്തൊരു മനുഷ്യൻ വന്നാൽ പോലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അയാൾ പഠിച്ചവനായിക്കോളും, അല്ലെങ്കിൽ അയാൾ ദൈവം ആയിക്കോളും എന്നിട്ട് വിടുക. രണ്ടാമത്തെ ഒരു കാര്യം, പിന്നെ എൻ്റെ ആളായിരിക്കുമോ എന്നുള്ള ഒരു ചിന്ത. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഇന്നലെ തൊട്ട് തുടങ്ങിയ ഒരാളല്ല. ഞാൻ ഇന്ന് വന്നിട്ട് ഇങ്ങനത്തെ ഒരു ആശയമായിട്ട് പേജ് ഉണ്ടാക്കിയിട്ട് വന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരാളല്ല. ആണോ? അല്ല. ഞാൻ 2018 മുതൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇതിൻ്റെ അകത്ത് ഒരുപാട് ആൾക്കാർക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ സഹായം കിട്ടിയിട്ടുണ്ട്. പല മനുഷ്യർക്കും മരുന്ന് വാങ്ങാൻ. എനിക്ക് തന്നെ ഈ വിഷയങ്ങൾ കൊണ്ടുവന്നിട്ടേ ഞാൻ പല കാര്യത്തിൽ അതായത് സഹായിച്ച ആൾക്കാരെ ഞാൻ പകുതി പോലെ ആൾക്കാരെ ഞാൻ കൊണ്ടുവന്നിട്ടില്ല. കാരണം അത്രമാത്രം. അത് മാത്രമല്ല, ഞാൻ തന്നെ പല ഒരു പ്രൈസ് സമ്മാനം അത് എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് 2000 5000 ഒക്കെ കൊടുത്ത് നിങ്ങൾക്ക് അറിയാം. ഇതൊക്കെ നമ്മുടെ പേജിൽ ഫോളോ ചെയ്യുന്നവർക്ക് കിട്ടിയതാണ്. അപ്പോൾ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു നിലപാടുമുണ്ട്. നമ്മൾ വ്യക്തമായിട്ട് നിങ്ങളുടെ കാശും അർഹതയില്ലാത്തവർക്കോ അല്ലെങ്കിൽ നിങ്ങൾ പറ്റിക്കപ്പെട്ടതെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളെക്കാളും കൂടുതൽ ഞാൻ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു 200 രൂപ എടുക്കാൻ നിങ്ങൾ നമ്മുടെ പേജിൽ നിൽക്കുന്ന ആൾക്കാർ മനസ്സ് കാട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ഒരാൾ വന്ന് രക്ഷപ്പെടും. ഇത്രേ ഉള്ളൂ. ഇതിന് നിങ്ങൾ ഒന്നും ആലോചിക്കരുത്. പല ആളുകൾ എനിക്ക് വന്ന് 200 രൂപ വിട്ടെന്നിട്ട് പറയുന്നിട്ട് അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട് ഹാരിസ് എന്നൊക്കെ. ചിലപ്പോൾ നിങ്ങൾ എനിക്ക് 200 രൂപ ഉള്ളൂ. പല ആളുകൾ വിടുമ്പോൾ അതൊരു വലിയ സഹായമാകും. അത് മെല്ലെ വിജയിക്കുള്ളൂ. നമ്മൾ ഏതൊരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കിയോ, ഒറ്റയടിക്ക് വിജയിക്കുമോ? നമ്മളൊരു സ്ഥാപനം തുടങ്ങി, അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് തുടങ്ങി, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പദ്ധതിയായിട്ട് വന്ന് ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് അപ്പം തന്നെ വിജയിക്കുമോ? വിജയിക്കില്ല. അത് വിജയിക്കണമെങ്കിൽ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. നമുക്ക് പല സ്ഥലത്തും തോൽവിയും അപമാനവും നാണക്കേടും എല്ലാം ഉണ്ടാവും. പക്ഷെ നമ്മൾ പിന്തിരിയാതെ മുന്നോട്ട് പോയാണ്ടല്ലോ, ഈ നാളെ കുറ്റം പറഞ്ഞ ആളുകൾ അല്ലെങ്കിൽ നമ്മളെ പരിഹസിച്ച ആൾക്കാർ പോലും നമ്മോടൊപ്പം വന്ന് നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. കാരണം നമ്മൾ വിജയങ്ങളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ ഇന്ന് നമുക്ക് ഫണ്ട് വരുന്നില്ലെങ്കിൽ നാളെ 100% പ്രിയ സുഹൃത്തുക്കളെ ഫണ്ട് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇന്ന് മുഖം കാണിക്കാൻ മടിച്ച ആളുകൾ, അയ്യോ എനിക്ക് വേണ്ട, എനിക്ക് മുഖം കാണിക്കാൻ താല്പര്യമില്ല, ജീവിച്ചതിൽ കാര്യമില്ല എന്ന് പറയുന്ന ആൾക്കാർ ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു വ്യക്തിക്ക് 20 ലക്ഷം രൂപ വാങ്ങിക്കൊടുക്കുന്നു പറഞ്ഞു വരുന്നത് അപമാനിച്ചുകൊണ്ടിട്ടില്ല, അവരുടെ ആ നാണക്കേട് മാറ്റി വെക്കും. കാരണം ഇതിൻ്റെ അകത്ത് 20 ലക്ഷം രൂപ കിട്ടുകയാണ്. അയാൾക്ക് ചിലപ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നമായിരിക്കും. ബാങ്കിൽ ആലോചിച്ച് നോക്ക്, ബാങ്കിൽ ഇപ്പോൾ ലോൺ വന്നിട്ട് ജപ്തിയായി നിൽക്കണം. വീട്ടിൽ നാളെ ചട്ടിയെടുത്ത് പുറത്ത് വെക്കേണ്ട ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് 20 ലക്ഷം രൂപ നമുക്കിപ്പോൾ 10 ലക്ഷം രൂപയുടെ ലോണാണെന്ന് വെച്ചോ, നമ്മുടെ ഈ പേജ് വഴിക്ക് 20 ലക്ഷം രൂപ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഉറപ്പായിട്ട് 20 ലക്ഷം രൂപയ്ക്ക് വീഡിയോ ചെയ്യും. കാരണം അയാളുടെ വീട്ടിന് മുന്നിൽ മറ്റേ ബാങ്കുകാർ പോയി നിന്നിട്ട് ജപ്തി ചെയ്യാൻ പോവാണ്. അപ്പോൾ ചട്ടിയൊക്കെ എടുത്ത് പുറത്ത് വെക്കണ്ടേ? അപ്പോൾ അങ്ങനത്തെ ഒരു മനുഷ്യൻ നാണക്കേട് നോക്കുമോ? ഇല്ല. അപ്പോൾ വന്ന് എന്തായാലും ഇതിൻ്റെ അകത്ത് മുഖം കാട്ടി വീഡിയോ ചെയ്യുക. അതിന് നമുക്ക് ഫണ്ട് വരണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, മുഖം കാട്ടരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വിശ്വസിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ എന്നോട് വന്ന് ഒരുപാട് ആൾക്കാർ ഹാരിസ് ഭായ് ഇങ്ങനെ മുഖം കാണിക്കാതെ വോയിസ് കേൾപ്പിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷവും അങ്ങനത്തെ ഒരു സംഭവമാണ്. നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. സത്യം തന്നെയാണ് നിങ്ങൾ പറയുന്നത്, നിങ്ങൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, എനിക്കത് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഇത് സഹായിക്കേണ്ടത് ആരാണ്? നിങ്ങളാണ്. അപ്പം നമ്മൾ കൊണ്ടുവരുന്ന ആൾക്കാരെ നിങ്ങൾ 100% വിശ്വസിക്കണം എന്നാണ് പറയുന്നത്. അവിടെ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയോ?
അയാൾക്ക് ഫണ്ട് കിട്ടാതായി പോകും. അപ്പം നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക. ഞാൻ പറഞ്ഞല്ലോ, എന്നെ ഇതിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർ, എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് ആൾക്കാർക്ക് എൻ്റെ വഴി കൂടെ ഒരുപാട് സഹായം കിട്ടിയിട്ടുണ്ട്. അത് 100 രൂപ ആണെങ്കിൽ 100 രൂപ നിങ്ങൾ ചിന്തിച്ചോളൂ. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ 100% നിങ്ങളുടെ മുന്നിലേക്ക് ഒരാളെ ഞാൻ കൊണ്ടുവരുമ്പോൾ അയാളെ സഹായിക്കാൻ ശ്രമിക്കുക. നമ്മൾ സഹായിച്ച ആൾക്കാർ തന്നെ നമുക്ക് ഒപ്പം നിൽക്കുകയാണെങ്കിൽ തന്നെ ഇഷ്ടം പോലെ ആളായി നമ്മുടെ പേജ് വഴി കൂടെ അവർ തന്നെ കട്ടയ്ക്ക് നിൽക്കുകയാണെങ്കിൽ. പിന്നെ പല ആളുകൾക്കുണ്ടോ ഒരു സഹായം നേടി ഇനി സഹായം കിട്ടില്ല, അതുകൊണ്ട് ഈ വഴിക്ക് വരണ്ട, അങ്ങനെയൊന്നുമില്ല. മനുഷ്യന്റെ അവസ്ഥയാണ്. ഞാൻ ഒരേ വ്യക്തിയെ എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് സഹായമായി കൊടുത്തിട്ടുണ്ട്, നമ്മുടെ പേഴ്സണൽ രീതിയിൽ നമ്മൾ വേറെ ആൾക്കാരോട് പറഞ്ഞിട്ട് സഹായമായി കൊടുത്തിട്ടുണ്ട്. കാരണം അയാൾ എന്നോട് നിൽക്കുന്ന ആ ബന്ധം വെച്ചിട്ട് കാരണം അവർക്ക് അങ്ങനെ ഹോസ്പിറ്റൽ കേസ് വന്നിട്ടില്ല, വേറെ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ സഹായമായി കൊടുത്തിട്ടുണ്ട്, മനസ്സിലായി. അപ്പോൾ അവിടെ വിഷയങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ എങ്ങനെയാണ് നിൽക്കുന്നത് ഈ സത്യാവസ്ഥയായിട്ട് സത്യത്തിന്റെ രീതിയിൽ നമ്മളൊപ്പം എല്ലാവരും സഹായിച്ച് നിൽക്കുമ്പോൾ നമ്മൾ നിങ്ങളൊപ്പം ഉണ്ടാവും. അത് ഹോസ്പിറ്റൽ കേസ് ആകുമ്പോൾ പറയേ വേണ്ട, കട്ടയ്ക്ക് നിൽക്കും, അതിൽ ഒരു മാറ്റമില്ല. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, മാഷാല്ലാ അസീസ് ഭായ് 1000 പേരെ ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. 1000 ഒന്നും വേണ്ട, 200 രൂപ നിങ്ങൾ കൊടുക്കാൻ ഒരാൾക്ക് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് 81,000 ആൾക്കാരുണ്ട് പ്രിയ സുഹൃത്തുക്കളെ. കട്ടയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും രക്ഷപ്പെട്ടു പോവാ. ഒരാളെന്നല്ല, എല്ലാവരും രക്ഷപ്പെട്ടു. അപ്പൊ നിങ്ങൾക്ക് ഒറ്റയടിക്ക് 200 രൂപ വെച്ചിട്ട് നിങ്ങൾ ഒരാൾക്ക് 200 കൊടുത്താൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് 10 ലക്ഷം രൂപ കിട്ടിയെന്ന് വെച്ചോ, ഒരു ഉദാഹരണം പറയണം. 10 ലക്ഷം രൂപ കിട്ടി. നിങ്ങൾ കൊടുക്കേണ്ടത് എത്ര രൂപ? ആഴ്ചയ്ക്ക് 200 രൂപ അല്ലെ? ഈ 200 രൂപ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ വെച്ചിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ സാധിച്ചു കഴിഞ്ഞാൽ എന്തോ ആയിക്കോട്ടെ, ലോൺ അടക്കലോ കടവെക്കലോ ഇനിയിപ്പോൾ എന്തോ ഒരു പണി നിങ്ങൾ വീട് വെക്കാൻ എന്താ ചെയ്താലും നിങ്ങൾക്ക് പിന്നെ വേറെ ചെലവ് നോക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? നിങ്ങൾക്ക് ഓൾറെഡി 10 ലക്ഷം കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ച് നിങ്ങൾക്ക് വീണ്ടും അടുത്ത ആളെ സഹായിച്ച് പോയിട്ടേ ഇരിക്കുക, ധൈര്യമായിട്ട് ഒരു 10 വർഷത്തേക്ക് സഹായിക്കുക. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. എന്നെയും സഹായിക്കണം, ഞാനും അർഹതപ്പെട്ടവനാണ്. തീർച്ചയായിട്ടും പ്രിയ സുഹൃത്തുക്കളെ, മനു. അപ്പോൾ മനുഭായി, ഒരു പ്രശ്നമില്ല. ഇതിൻ്റെ അകത്ത് നിങ്ങൾ തന്നെയാണ് നിങ്ങളെ സഹായിക്കുക. അതിന് കട്ടയ്ക്ക് നിൽക്കുക. നമ്മൾ കൊണ്ടുവരുന്ന വിഷയം ഇതിൻ്റെ അകത്ത് നിങ്ങൾ കൃത്യമായിട്ട് വാച്ച് ചെയ്ത് സഹായിക്കുക. ഇപ്പം നമ്മൾ ജംഷീർ ഭായിക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്ത് വെച്ചിരിക്കുന്നത്, അതിനൊരു 200 രൂപ കൊടുക്കുക. പിന്നെ വീഡിയോ താഴത്തുണ്ടാവും. നാളത്തോട് കൂടി അങ്ങേരുടെ കഴിഞ്ഞ് ഇനി നമ്മൾ പുതിയ ആളെ എനിക്ക് കൊണ്ടുവരിക. അപ്പോൾ ആ പുതിയ ആൾക്ക് നിങ്ങൾ ഒരാഴ്ച വരെ നമ്മൾ അയാളുടെ കാര്യമൊക്കെ സംസാരിക്കും. ഇപ്പോൾ നമ്മൾ ജംഷീർ ഭായിൻ്റെയാണ് ഒരാഴ്ച സംസാരിച്ചുകൊണ്ടിരുന്നത് അല്ലേ? അയാൾക്ക് 10,000-60,000 രൂപ കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ എല്ലാവരും മുന്നോട്ട് വന്ന് അടുത്ത ആളെ അതേപോലെ സഹായിക്കാൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ അടുത്ത ഈ ഒരാഴ്ച അവരുടെ വിഷയമായിരിക്കും പോവുക. ആഴ്ചയിൽ 200 രൂപ കൊടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതല്ല, നിങ്ങളത് പല രീതിയിൽ ചിന്തിച്ചിട്ട് മാറി നിന്ന് കഴിഞ്ഞാൽ പോയി. നിങ്ങളാണ് പരാജയപ്പെടുന്നത്. അതാരും ആയിക്കോട്ടെ, എൻ്റെ വീഡിയോ കാണുന്ന, എന്നെ ഫോളോ ചെയ്ത് എൻ്റെ ഒപ്പം കട്ടയ്ക്ക് നിൽക്കുന്നവർ മറ്റുള്ള ചാരിറ്റിക്കാരെ പോലെയല്ല പ്രിയ സുഹൃത്തുക്കളെ. ഐസ് പാലക്കാടിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിൽക്കുന്നവർക്ക് അറിയാം, കട്ടയ്ക്ക് നിൽക്കുന്നവർക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, അതായത് ഒരു വ്യക്തിയുടെ, നമ്മുടെ ഗ്രൂപ്പിൽ നിൽക്കുന്ന ആൾ, ഒരു വ്യക്തിയുടെ മകളുടെ ഡെലിവറി വന്നു, ബില്ലടയ്ക്കാൻ പൈസ ഇല്ല. എന്നോട് ഒന്ന് സങ്കടം പറഞ്ഞത് സ്പോട്ടിൽ. ഞാൻ ആ ഗ്രൂപ്പ് പുറകെ കിടക്കണം, ഗ്രൂപ്പിൽ ആക്റ്റീവ് അല്ല, വെറുതെ നോണ പറയുന്നതല്ല. എന്നിട്ട് ഞാൻ വോയിസ് വിട്ടപ്പോൾ തന്നെ അയാൾക്ക് 25,000 രൂപ സ്പോട്ടിൽ, അയാളുടെ ബില്ല് 28,000 ആയിരുന്നു. 25,000 രൂപ ആൾക്ക് സ്പോട്ടിൽ കിട്ടി. അതിൽ നമുക്ക് കയ്യിൽ നിന്ന് വെറും 3,000 രൂപ ഇറങ്ങി വന്നിട്ടുള്ളൂ. ഈ ബില്ല് കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കുന്ന ഒരാളാണ്. അപ്പൊ നമ്മൾ എല്ലാ രീതിയിലും സുഹൃത്തുക്കളെ സപ്പോർട്ട് ചെയ്യുക. അതിന് നിങ്ങൾ എല്ലാവരും കട്ടയ്ക്ക് നിൽക്കണം എന്നാണ് എനിക്ക് പറയുന്നത്. എന്നെ അറിയുന്നവർക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാൻ നിങ്ങളൊപ്പം എന്തായാലും ഉണ്ടാവും പ്രിയ സുഹൃത്തുക്കളെ. നിങ്ങൾ ചിന്തിക്കുന്നത് എത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ ഒരു വീഡിയോ നിങ്ങളുടെ ഒരാളായിരിക്കും ഇതിനകത്ത് വരിക. നമ്മൾ കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്, നമ്മുടെ പേജ് ഫോളോ ചെയ്യുന്നുണ്ടോ, പേജ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സഹായിക്കുക. അതുപോലെ നിങ്ങൾ പോയിട്ട് സഹായം നേടുക. അത്ര മാത്രമേ എൻ്റെ കാര്യം ഞാൻ കൃത്യമായിട്ട് പറയത്തുള്ളൂ. നിങ്ങൾക്ക് അർഹത ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുക, എന്നിട്ട് നിങ്ങളും സഹായം നേടുക. പിന്നെ നിങ്ങൾ എത്രയും വൈകുന്നോ അത്രയും നിങ്ങൾക്ക് എമൗണ്ട് കൂടുതലാകാനേ സാധ്യതയുള്ളൂ. കാരണം നമ്മുടെ ആശയം അത് നല്ലതാണ്, അത് വിശ്വസിക്കാൻ പറ്റുന്നതാണ് എന്നുള്ളത് ആളുകൾക്ക് ചിന്ത വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പേജ് പിടിച്ചാൽ കിട്ടില്ല. അതുപോലെ തന്നെ ഫണ്ടുകളും അറിയാലോ നിങ്ങൾക്ക്. ഒരു വീഡിയോ ചെയ്യുന്ന ഒരു ചാരിറ്റിക്കാരൻ്റെ ഇതിലേക്ക് തുരുതുരാന്ന് പൈസ അയച്ചു കൊടുത്ത് അയാൾക്ക് 50 ലക്ഷം 25 ലക്ഷം രൂപ കിട്ടുന്ന 1 കോടി രൂപ കിട്ടിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു വിഷയം വരുമ്പോൾ നിങ്ങൾ തന്നെയാണ് അതിനെ വിജയിപ്പിച്ച് നിങ്ങൾ തന്നെയാണ് അതിന്റെ സഹായം നേടുന്നുള്ള ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. വളരെ സിമ്പിളായിട്ട് ഇത് വിജയിപ്പിച്ച് കഴിഞ്ഞാൽ അതിൽ കിട്ടുന്നത് അത് നിങ്ങൾക്കാണ് ഗുണം ഉണ്ടാകുക. അതിലെല്ലാ കാശും ഇപ്പം നമ്മളൊരു മരം നട്ടിട്ട് അതിൽ വെള്ളയിച്ച് വലുതായി കഴിഞ്ഞാൽ അതിൽ ഉണ്ടാകുന്ന മാങ്ങയും തേങ്ങയും എന്ത് തന്നെ ആയാലും അതിലെല്ലാം കിട്ടുന്നത് അത് വളർത്തിയ ആൾക്കാണ്. അതേപോലെ തന്നെയാണ് ഈ പേജ് വളർന്നു കഴിഞ്ഞാൽ പ്രിയ സുഹൃത്തുക്കളെ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ ഫണ്ട് വരുന്ന ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അത് ഗുണം ചെയ്യുന്നത് നിങ്ങൾക്കാണ്. അതിൽ ഒരു മാറ്റവുമില്ല. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പ്രിയ സുഹൃത്തുക്കളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. മാക്സിമം നമ്മുടെ വിഷയങ്ങളൊക്കെ ഷെയർ ചെയ്യുക. നമ്മുടെ വിഷയം ഷെയർ ചെയ്തിട്ട് മറ്റുള്ളവർ ഫണ്ട് ഇടണമെന്നൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് മറ്റേത് ഇട്ട് കഴിഞ്ഞാൽ അത് മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ എൻ്റെ പേജിൽ കണ്ടിട്ട് നിങ്ങൾ ആ അക്കൗണ്ട് നമ്പർ കണ്ടിട്ട് നിങ്ങൾ സഹായിച്ചാൽ മതി. എന്നിട്ട് തിരിച്ച് അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ഒരു പ്രയാസക്കാരനെ നിങ്ങൾ സഹായിക്കുക. ഇത്രേ ഉള്ളൂ. ഇതാണ് പരസ്പരം സഹായം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ മനസ്സിലാക്കി ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്ത് അഭിപ്രായം ഉണ്ടെങ്കിൽ കൃത്യമായി രേഖപ്പെടുത്തുക. എല്ലാ കാര്യത്തിലും നമ്മളിവിടെ നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ട്. നിങ്ങൾ അതേപോലെ തിരിച്ചുണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു പദ്ധതി 100% വിജയിപ്പിച്ചെടുക്കും. പല ആളുകൾ ഇന്ന് ചിലപ്പോൾ പരിഹാസമായിട്ടൊക്കെ നോക്കാൻ സാധ്യതയുണ്ട്. നോക്കിയാൽ പോലും ഇതിനകത്ത് ഫണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് വിജയം തന്നെയാണ്. ഇന്നും വിജയമില്ല എന്ന് പറയാൻ പറ്റില്ല. 60,000 വന്നു കഴിഞ്ഞാൽ 60,000 വെറുതെ ഒന്നും കിട്ടില്ല. 60,000 ഉണ്ടാക്കണമെങ്കിൽ നല്ല കഷ്ടപ്പെടണം. അപ്പോൾ 60,000 വളരെ സിമ്പിളായിട്ട് കിട്ടിയില്ല 4 ദിവസം കൊണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇത് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ 60,000 എന്നുള്ളത് 60 ലക്ഷം ആക്കാൻ പറ്റും. അതിൽ നിങ്ങളെല്ലാവരും നമ്മുടെ ഒപ്പം നിൽക്കണം. അപ്പോൾ നിങ്ങളൊക്കെ നിൽക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കും.